നമ്മുടെ ഫോണിൽ ഒളിഞ്ഞു കിടക്കുന്ന ഇഷ്ടം പോലെ ട്രിക്സ് ഉണ്ട്. അതിപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ് കാണിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഫോൺസിൽ വിൻഡോസ് റൺ ചെയ്യാനാണെങ്കിലും പോസിബിൾ ആണ്. അപ്പോൾ അതിനെയൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിൽ പറയുന്ന മെയിൻ സെറ്റിങ്സ് എല്ലാം, അതായത് കുറേയൊക്കെ സെറ്റിങ്സ് നമ്മുടെ ഡെവലപ്പർ ഓപ്ഷനിലൂടെയാണ് എനേബിൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് ഈ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പല ആൾക്കാരും ചോദിക്കും. ഈ ഡെവലപ്പർ ഓപ്ഷൻ നമുക്ക് വേണ്ടി കമ്പനി തരുന്ന ഒരു ഫീച്ചർ അല്ല. മെയിനായിട്ട് ഫോൺ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഒരു സെറ്റിങ്സ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി സെറ്റിങ്സിൽ പോയി ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ എടുക്കാൻ പറ്റത്തില്ല. ഇത് കുറച്ച് ഒളിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് എടുക്കണമെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ എബൌട്ട് സെക്ഷനിൽ പോവുക. അതായത് ഇപ്പോൾ എബൌട്ട് ഫോൺ എന്നോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻഫോർമേഷൻ എന്നോ അങ്ങനെയൊക്കെ പല രീതിയിലും പല ബ്രാൻഡ്സും കൊടുക്കാറുണ്ട്. നോർമലി എബൌട്ട് ഫോൺസിനകത്ത് പോവുക, അവിടെ വെർഷനിൽ ടാപ്പ് ചെയ്യുക. ആൻഡ് അതിനകത്ത് നോക്കുകയാണെങ്കിൽ ബിൽഡ് നമ്പർ കാണാൻ പറ്റും. ആ ഒരു ബിൽഡ് നമ്പറിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ്റെ ഒരു ഇത് വരും. ആൻഡ് അവിടെ നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ ഫോണിൻ്റെ എന്താണോ പാസ്വേഡ് നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് കൊടുക്കുമ്പോൾ നമ്മളൊരു ഒഫീഷ്യൽ ഡെവലപ്പർ ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കിട്ടും. ഇനിയിപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ചെയ്യാൻ പറ്റിയ കിടിലൻ ട്രിക്സുകൾ പറഞ്ഞുതരാം. ഒന്നാമത്തെയാണ് ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ റീഫ്രഷ് റേറ്റ് കാണിക്കാൻ പറ്റും. പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു റിഫ്രഷ് റേറ്റ് കാണിക്കുന്ന പരിപാടി ഒരു തേർഡ് പാർട്ടി ആപ്പ് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. നേരെ ഡെവലപ്പർ ഓപ്ഷൻ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഇത് കണ്ടുപിടിക്കാൻ പാടാണെങ്കിൽ നമ്മുടെ സെറ്റിംഗ്സിനകത്ത് സെർച്ച് ചെയ്യാൻ കാണാൻ പറ്റും. അവിടെ സെർച്ച് ചെയ്താൽ മതി ഡെവലപ്പർ ഓപ്ഷൻ എന്ന്. ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് കാണിക്കാനായിട്ട് നമ്മൾ നേരെ ഡെവലപ്പർ ഓപ്ഷനകത്ത് പോവുക. ഡെവലപ്പർ ഓപ്ഷനകത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം ഷോ റിഫ്രഷ് റേറ്റ് എന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് എത്രയാണോ അത് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കും. നോർമലി ഇപ്പോൾ 120 Hz ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേയിൽ ഗ്രീൻ കളറിൽ 120 എന്ന് കാണിക്കും. ഇൻ കേസ് 60 അല്ലെങ്കിൽ അതിന് താഴോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു റെഡ് കളറിൽ കാണാനും പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഗെയിമേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് ആണ് നമ്മുടെ ഫോൺ നോർമലി ലാപ്ടോപ്സിലോ കമ്പ്യൂട്ടറിലോ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് ചാർജിങ് മോഡായിരിക്കും. എന്നാൽ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ക്വിക്ക് ടോഗിൾസ് എടുത്ത് അതിനകത്തുള്ള ഓപ്ഷനകത്ത് പോയി ഫയൽ ട്രാൻസ്ഫർ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ 3-4 സ്റ്റെപ്പ് എടുക്കേണ്ടി വരും. എന്നാൽ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു വഴിയുണ്ട്. ഡെവലപ്പർ ഓപ്ഷനകത്ത് ഡയറക്റ്റ് ആയിട്ട് പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ തന്നെ ഫയൽ ട്രാൻസ്ഫർ മോഡിലോട്ട് പോകും. പിന്നെ വേറെ എക്സ്ട്രാ സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫോൺ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഫയൽ ട്രാൻസ്ഫർ മോഡിലോട്ട് പോകും. ഈസി ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഫോൺ അൺലോക്ക്ഡ് ആണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഒരു 2-3 സ്റ്റെപ്പ് എന്തായാലും ഇതിൽ നിന്ന് ലാഭിക്കാം. അപ്പോൾ നെക്സ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് നേരെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ നോക്കുകയാണെങ്കിൽ സെർച്ച് ഐക്കണിൽ ഫോൺ മോസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ചാനൽ കാണാൻ പറ്റും. ഇവിടെ സബ്സ്ക്രൈബ് ഐക്കൺ കിടക്കുകയാണെങ്കിൽ അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കൺ ഓൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ടെക്നോളജി ന്യൂസുകൾ, കിടിലൻ ടെക്നോളജി വീഡിയോസ് റെഗുലർലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ആയിട്ടാണ് ആനിമേഷൻസ് ഒക്കെ നമ്മുടെ ഫോണിൽ നിന്ന് ഓഫ് ചെയ്യാൻ പറ്റും. അതും ഡെവലപ്പർ ഓപ്ഷനകത്ത് പോവുക. അവിടെ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ആനിമേഷൻ എന്നും പറഞ്ഞു 3 ഓപ്ഷൻ കാണാൻ പറ്റും. ഈ 3 ഓപ്ഷനിലും ബൈ ഡിഫോൾട്ട് ആയിട്ട് 1x ഒക്കെ ആയിരിക്കും. എന്നാൽ അതിനെ കുറച്ച് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അതേ സമയത്ത് 10x എന്ന് പറയുന്ന ഒരു ഓപ്ഷനോടെ കൊടുത്തിട്ടുണ്ട്. 10x ഇട്ട് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടും ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന പോലെ ഇത്രമാത്രം ലാഗി ഫീൽ ആയിരിക്കും നമ്മൾ 10x ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സഡൻ ആയിട്ടായിരിക്കും ആപ്സും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതൊക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതായത് ഒരു അനിമേഷനും കാണത്തില്ല. ഞാൻ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് 0.5x ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അത് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അതേ സമയത്ത് ആനിമേഷൻസും കാണുന്നതാണ്. അപ്പോൾ 0.5 ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്ത് ഫീലിംഗ് ആയിരിക്കും നമ്മുടെ ഫോണിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ഒരു വളരെ ബഡ്ജറ്റ് ഫോണാണ്, ഒരു 6000 റുപ്പീസിൻ്റെയും 7000 റുപ്പീസിൻ്റെ ഒക്കെ ഫോൺ ആണെങ്കിൽ ആനിമേഷൻ ഓഫ് ചെയ്താൽ വളരെ സ്മൂത്ത് ആയിരിക്കും. എന്നാൽ ഒരു 10Kയോ 15Kൻ്റെ ഫോൺ ആണെങ്കിൽ തീർച്ചയായിട്ടും 0.5x എങ്കിലും മിനിമം ഇടുന്നതായിരിക്കും ബെറ്റർ. ഇനിയിപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ട ഡെവലപ്പർ ഓപ്ഷനിലെ പല ഫീച്ചറും നമ്മുടെ ക്വിക്ക് ടോഗിളായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ പല ആൾക്കാരും ചോദിക്കും എന്താണ് ഈ ഒരു ക്വിക്ക് ടോഗിൾ എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഫോണിൻ്റെ ഈ ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഈ ഒരു പോർഷനാണ് ക്വിക്ക് ടോഗിൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഡെവലപ്പർ ഓപ്ഷനിലുള്ള പല ഫീച്ചറും അല്ലെങ്കിൽ പല സെറ്റിംഗ്സും ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെവലപ്പർ ഓപ്ഷനകത്ത് പോവുക. അതിനകത്ത് ക്വിക്ക് സെറ്റിംഗ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷനകത്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ സെൻസർ ഓഫ് ചെയ്യാനും അല്ലെങ്കിൽ അതുപോലത്തെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആനിമേഷൻ്റെ ടോഗിൾ ഉണ്ട്. അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ആനിമേഷൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ടോഗിൾസിലൂടെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതും ട്രൈ ചെയ്ത് നോക്കുക. ഇനി എനിക്ക് പറയാനുള്ളതാണ്, നമ്മുടെ ഫോണിൽ ഇതുപോലെ സെക്കൻഡറി ഡിസ്പ്ലേ എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ എനേബിൾ ചെയ്യണമെങ്കിലും ഡെവലപ്പർ ഓപ്ഷനകത്താണ്. അവിടെ
നോക്കുകയാണെങ്കിൽ സിമുലേറ്റ് സെക്കൻഡറി ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ സിംഗിൾ ഡിസ്പ്ലേയോ ഡുവൽ ഡിസ്പ്ലേയോ പല ക്വാളിറ്റിയിലുള്ള ഡിസ്പ്ലേയും ഇതുപോലെ എനേബിൾ ചെയ്യാൻ പറ്റും. ഇത് നമുക്കിങ്ങനെ മൂവ് ഒക്കെ ചെയ്ത് മാറ്റാൻ പറ്റും. വളരെ കൂൾ ഫീച്ചറാണ്. മെയിൻലി ഡെവലപ്പേഴ്സിനുള്ളതാണ്. നമുക്കും യൂസ് ചെയ്യാം, വേണമെങ്കിൽ നമുക്കും യൂസ് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. ബട്ട് ഒരു കൂൾ ഫീച്ചറായിട്ട് തോന്നി. ഇനിയാണ് എൻ്റെ ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത്. മിക്ക ആൾക്കാർക്കും ആവശ്യമുള്ള ടിപ്പും ഇതായിരിക്കും. നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ വിൻഡോസ് റൺ ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഏതൊരു ആൻഡ്രോയിഡ് ഡിവൈസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ഡിവൈസിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. മാത്രമല്ല നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഇതിൻ്റെ ആപ്ലിക്കേഷനിലൂടെ ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിലും ഇൻസ്റ്റാൾ ചെയ്യുക. ആൻഡ് വേറൊരു കേസ് എന്ന് പറയുന്നത് സെയിം വൈഫൈയിലായിരിക്കണം ഈ രണ്ട് ഡിവൈസും. അതായത് ഇപ്പോൾ ഒരു ടാബ്ലറ്റ് ആണ് ഇവിടെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ടാബ്ലറ്റും ആ ഒരു കമ്പ്യൂട്ടറും സെയിം വൈഫൈയിലായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനകത്ത് അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഡിസ്പ്ലേ സെക്കൻഡറി ഡിസ്പ്ലേ ആയിട്ട് മിറർ ചെയ്യാനായിട്ട്. ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഒരു കേബിൾ ഒന്നും ആവശ്യമില്ല, എല്ലാം വൈഫൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണോ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. വൈഫൈ റേഞ്ച് ഉള്ളിടത്ത് വരെ നമുക്ക് എടുത്തുകൊണ്ട് പോയി യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞത് ടച്ചും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. അതായത് ഇപ്പോൾ എനിക്ക് ആ ഒരു വിൻഡോസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് ടച്ചും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. വൈഫൈയുടെ സ്ട്രെങ്ത് എത്രമാത്രം ഉണ്ടോ അത്രയും സ്മൂത്ത് ആയിരിക്കും ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചില സമയത്ത് ഇപ്പോൾ റേഞ്ചും കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള സ്ലോ ഡൗണും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി മോണിറ്ററായിട്ട് യൂസ് ചെയ്യണമെങ്കിലോ ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആണ്. ഇത് ഫോൺസിലും പറ്റും, ടാബ്ലറ്റിലും പറ്റും. അപ്പോൾ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇപ്പോൾ സെക്കൻഡറി ഡിസ്പ്ലേ ആവശ്യമുള്ള പല ആൾക്കാരും കാണും. ഇപ്പോൾ സ്ട്രീമേഴ്സ് ആണെങ്കിലോ എഡിറ്റിംഗ് പർപ്പസിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എനിക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ഫീച്ചർ ആയിട്ട് തോന്നി. അപ്പോൾ ഇത്ര മാത്രമാണ് എനിക്ക് ഈ ഒരു വീഡിയോ പറയാനുള്ളത്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ഫീച്ചേഴ്സും തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് ഫോൺമോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.